എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ലൊരു അടിപൊളി ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ്. ബേക്കറിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും 10 മടങ്ങ് രുചിയിൽ കുറഞ്ഞ അളവിൽ ബട്ടർ ചേർത്തിട്ട് നമുക്ക് നല്ലൊരു ബട്ടർ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല പഞ്ഞി പോലുള്ള നല്ലൊരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ്. രാവിലത്തെ ചായക്കൊപ്പവും അതുപോലെ വൈകുന്നേരത്തെ ചായക്കൊപ്പവും ഒക്കെ ഇതൊരു പീസ് മതി. നമുക്ക് മനസ്സും വയറും ഒരുപോലെ നിറയാൻ കടയിൽ പോയി കേക്കൊന്നും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല. അതിനേക്കാളും രുചിയിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ലാത്ത ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 കപ്പ് 250 ml കപ്പിന് അളന്നിട്ട് 2 കപ്പ് മൈദയാണ് എടുത്തിന്, അതിട്ട് കൊടുക്കുക. പിന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒന്നുകിൽ ഒരു 3 തവണ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ഒരു തവണ അരിച്ചതിന് ശേഷം ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ആ ബേക്കിംഗ് പൗഡറെല്ലാം പൊടിയിൽ എല്ലാ ഭാഗത്തും എത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഞാൻ ഇതുപോലെ ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് 100 ഗ്രാം അൺസാൾട്ടഡ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ അടുപ്പത്തേക്ക് മാറ്റാം. ഈ പാലും ഒന്ന് ചൂടായി ബട്ടറൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടണം. അപ്പോൾ അതവിടുന്ന് റെഡിയാകുന്ന സമയം കൊണ്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. മുട്ട എടുക്കുന്ന സമയത്ത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റാക്കി നല്ല ക്രീം പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലെ ബീറ്റാക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ബീറ്റായി ഇതുപോലെ ചെറുതായിട്ട് പത വരുന്ന കാണുമ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിന്. അത് ഇതുപോലെ കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീം പരുവത്തിൽ ആക്കിയെടുക്കാം. സ്പീഡ് കൂട്ടിയും കുറച്ചും ഒക്കെ ഇതുപോലെ നന്നായിട്ട് ബീറ്റാക്കി എടുത്താൽ മതി. ഒരു 10 മിനിറ്റോളം ബീറ്റാക്കി എടുക്കുക. അപ്പോഴത്തേക്ക് നല്ലതുപോലെ പതഞ്ഞ് നല്ല ക്രീം പരുവത്തിൽ ആയി കിട്ടും. പിന്നെ നിങ്ങൾക്ക് മധുരം കുറവാണ് വേണ്ടതെങ്കിൽ 1.5 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. അങ്ങനെ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റാക്കി ഇതുപോലെ നല്ല ക്രീം പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/2 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ബേക്കറിയിൽ നിന്നെല്ലാം കേക്ക് വാങ്ങി കഴിക്കുന്ന അതേ ടേസ്റ്റ് കിട്ടും ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റാക്കി കൊടുക്കുക. അതിനുശേഷം ബീറ്റർ ഒന്ന് മാറ്റി വെക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിച്ച് മാറ്റി വെച്ച ആ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് കുറച്ചായിട്ട് ചേർത്തിട്ട് പിന്നെ ചൂടാവാനായിട്ട് വെച്ച പാലും ബട്ടറും ഒക്കെ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചൂടോട് കൂടെ തന്നെയാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം കുറച്ചായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടാക്കിയെടുത്ത ബട്ടറും പാലും ഒക്കെ ചൂടാക്കിയെടുത്തത് ഇതുപോലെ ഇടവിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് പൊടിയും ആ ഒരു ബട്ടറിൻ്റെ മിക്സും കൂടെ തീരുന്നത് വരെ ചെയ്തെടുക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ബട്ടറിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ പാലും പൊടിയും തീരുന്നത് വരെ ചെയ്തെടുത്താൽ മതി. ബീറ്റർ വെച്ചിട്ട് ചെയ്യണ്ട, അങ്ങനെയാകുമ്പോൾ ആ ഒരു പത താണു പോവും. താണു പോവാത്ത രീതിയിൽ വേണം ഇതുപോലെ മിക്സാക്കി എടുക്കാൻ. ഒന്നുകിൽ ഇതുപോലത്തെ വിസ്കോ അല്ലെങ്കിൽ ഒരു സ്പാച്ചില വെച്ചിട്ടോ ഇങ്ങനെ മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസും പാലിൻ്റെ മിക്സും എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്നാണ് എടുത്തിന്. സ്ക്വയർ ടൈപ്പിലുള്ള 9 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിന്. അടിയിലും സൈഡിലും ഒക്കെ ബട്ടർ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ബട്ടർ പേപ്പർ സൈഡിലും അടിയിലും ഒക്കെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കിയ കേക്കിൻ്റെ ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഇതുപോലെ മുഴുവൻ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ആക്കിയ ഓവനിൽ 160 ഡിഗ്രിയിൽ 40-45 മിനിറ്റാണ് ഈ ഒരു കേക്ക് ബേക്ക് ആവാനായിട്ട് ടൈം എടുക്കുക. ഓരോ ഓവനിലും ചിലപ്പോൾ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടാകും. അത് നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. നിങ്ങൾക്കിപ്പോൾ ഓവൻ ഇല്ലയെന്നുണ്ടെങ്കിൽ പാത്രത്തിൽ ബേക്ക് ചെയ്തെടുത്താലും മതി. അങ്ങനെ കേക്ക് ബേക്കായതിന് ശേഷം ഞാൻ ഓവനിൽ നിന്ന് പുറത്തേക്ക് എടുത്തു വെച്ചിട്ടുണ്ടേനു. ഇപ്പം നല്ലതുപോലെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി കേക്ക് ടിന്നിൽ നിന്നും ഇത് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂട് പോയതിന് ശേഷം മാത്രം കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു ദിവസം ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടെല്ലാം കട്ട് ചെയ്ത് കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും.
അല്ലെങ്കിൽ നല്ലതുപോലെ ചൂടൊക്കെ പോയതിന് ശേഷം കട്ട് ചെയ്തിട്ട് നമുക്ക് ചായൻ്റെ കൂടെ കഴിക്കാം. അപ്പോൾ ഇതാ ഞാനിതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്കിൻ്റെ റെസിപ്പിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും അടിപൊളി രുചിയാണ് ഈ ഒരു ബട്ടർ കേക്കിന്. അധികം ചിലവുമില്ല, കുറഞ്ഞ ചിലവിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 100 ഗ്രാം ബട്ടറേ വേണ്ടൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കേക്ക് പൊതിയുന്ന ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അത് വാങ്ങിയിട്ട് നമ്മൾ സാധാ പൊതിഞ്ഞ കേക്ക് വാങ്ങുന്നത് പോലെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അങ്ങനെയും റെഡിയാക്കി വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിൽ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സെയിൽ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളി രുചിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക. വൈകുന്നേരത്തെ ചായക്കൊപ്പം നമുക്കൊരു പീസ് ഉണ്ടെങ്കിൽ വേറെ എന്താ വേണ്ടത് അല്ലേ? അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ.